നമസ്കാരം. ഇന്ന് നമ്മുടെ 1501 എപ്പിസോഡാണ്. ഞാനിന്നലെ അയ്യമ്പുഴ പോയ കാര്യവും അങ്ങനെയുള്ള കുറച്ച് ഫേസ്ബുക്കിൽ കുറേ പോസ്റ്റൊക്കെ ഇട്ടിരുന്നു. അപ്പം അത് മനഃപൂർവ്വം ഇട്ടതാണ്. കാരണം എൻ്റെ ഒരു വർഷവും 2 മാസമായിട്ടുള്ള എൻ്റെ മനസ്സിന് എന്താ സംഭവിച്ചതെന്ന് എനിക്ക് തന്നെ അറിയില്ല. അങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. കാരണം ഞാൻ ലോകത്തിൽ എന്ത് നഷ്ടപ്പെട്ടാലും ഞാൻ വേദനിക്കുന്നവനല്ല. ഞാനിപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പുറകിൽ എനിക്ക് 20 സെൻറ്റ് സ്ഥലമുണ്ടായിരുന്നു. അതിൻ്റെ ഇന്നത്തെ വില 25 കോടി രൂപയാണ്. ഞാനത് 30 കൊല്ലം മുമ്പ് വിറ്റിട്ട് പോയതാണ്. ഞാൻ ആ പൈസ മൊത്തം പോയിട്ടും ഞാൻ സങ്കടപ്പെട്ടിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ നിന്ന് ആരൊക്കെ പോയാലും ഞാൻ സങ്കടപ്പെട്ടില്ല. പക്ഷേ ഇതെങ്ങനെ അമ്മൂസ് എന്നെ ഇത്രയും മനസ്സ് വേദനിപ്പിക്കുന്നു എന്ന് അറിയാനായിട്ട് ഈ ഇത്ര നാളായിട്ടും. കാരണം ആരെന്നെ വിട്ടു പോയാലും എങ്ങനെ തോറ്റാലും ഞാൻ മരണത്തോട് മല്ലടിച്ച് മെഡിക്കൽ കോളേജിൽ കയറുന്നപ്പോൾ പോലും ഞാൻ അവിടുത്തെ പഠിച്ചുകൊണ്ടിരുന്ന മെഡിക്കൽ സ്റ്റുഡൻസ് പറഞ്ഞിട്ടുണ്ട്, അച്ഛൻ്റെ ഒരു ധൈര്യം അപാരമാണെന്ന്. കാരണം എനിക്ക് മരണത്തെ പേടിയില്ല, ഇപ്പോഴും ഇല്ല അതൊന്നും. പക്ഷേ ഈ ഒരു കുട്ടി, ഈ അമ്മൂസ് എൻ്റെ മനസ്സിൽ നിന്ന് എന്താ വിട്ടുപോകാത്തതെന്ന് അറിയാനായിരുന്നു ഞാനവിടെ പോയതും ഇത്ര നാൾ കഴിഞ്ഞുമൊക്കെ. ഒരു ലൈഫിനെ തകർക്കാൻ ഞാൻ തയ്യാറുമല്ല. പക്ഷേ അവിടെ ചെന്നപ്പോൾ തിരിച്ച് ഞാൻ വന്നപ്പോൾ ഇന്ന് രാവിലെ 9 മണിക്ക് എനിക്കൊരു ഫോൺ കോൾ വന്നു. 9 ആയപ്പം ആ കുട്ടിയായിട്ട് ബന്ധപ്പെട്ട ഒരാളുടെയാണ്. ചേട്ടനോട് ഒരു ദേഷ്യമില്ല, ചേട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഞാൻ അവളെ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയി പല കൗൺസിലിങ്ങും കൊടുത്ത് ടാബ്ലറ്റും മരുന്നും കൊടുത്ത് ഞാൻ ചികിത്സിച്ച് നല്ല രീതിയിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ചോദിച്ചു, എന്നെ മറക്കാനും വെറുക്കാനുമാണോ എന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തെ എല്ലാവരും ആ ടാബ്ലറ്റ് കഴിച്ചേനെ. കാരണം ആർക്കും സ്നേഹത്തിന് അടിമപ്പെടുമ്പോൾ എല്ലാവരും തകർത്ത് കഴിഞ്ഞ ഈ സ്നേഹത്തിന് മുമ്പിൽ അതില്ലാത്തൊരവസ്ഥ ആകില്ലേ. ഒരു ട്രീറ്റ്മെൻറ്റ് കൊണ്ടൊന്നും അത് മാറില്ല. അതിനുള്ള ഉത്തരം ഞാനായതുകൊണ്ടാണ് അതെന്നെ തേടുന്നത്, ഞാനും തിരിച്ച് തേടുന്നത്. ഞാൻ അതിനൊക്കെ ശേഷം എത്ര വർക്കുകൾ ചെയ്തെന്നറിയാം, എത്ര പൈസ എൻ്റെ കയ്യിൽ വന്നറിയാം. ഈ നഷ്ടപ്പെട്ടതിൻ്റെ ഈ ഒരു മാസം മുമ്പ് എൻ്റെ കയ്യിൽ നിന്ന് 1 ലക്ഷം രൂപ പോയി. ഞാനതൊന്നും കണക്കാക്കിയില്ല. ആ കിട്ടിയതൊരു വർക്ക് മാത്രമാണ്. ഇപ്പം എല്ലാം ഞാൻ നേടിയിട്ട് എനിക്കത് ഇതിൽ നിന്ന് മാത്രം വിട്ടുപോകാൻ പറ്റിയില്ല. അപ്പം ഞാൻ അറിഞ്ഞുകൊണ്ട് ഇട്ടതാണത്. എനിക്ക് റിപ്ലൈ വരുമെന്ന് എനിക്കറിയാം. കാരണം അതിന് ശേഷം ആ കോണ്ടാക്റ്റ് 3 പ്രാവശ്യം എന്നെ വിളിച്ചു, മിനിറ്റുകളോളം സംസാരിച്ചു. ആ കുട്ടിയായിട്ട് ബന്ധപ്പെട്ട ആൾ. അപ്പം അങ്ങനെ എനിക്ക് വേണ്ടി സൈക്കാട്രിക് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ടാബ്ലറ്റ് കഴിക്കുകയും ചെയ്യുന്ന ആ ഒരു അവസ്ഥയിൽ എനിക്ക് എങ്ങനെ വിട്ടുപോകാൻ പറ്റും? ഒരു ടെലിപ്പതി എന്ന് പറഞ്ഞൊരവസ്ഥയുണ്ട്. അതായത് ഒരു കുഞ്ഞ് ജനിച്ച് കഴിയുമ്പോൾ അമ്മ കുറച്ച് മണിക്കൂറത്തേൻ്റെ ബോധം കെട്ട് തുടങ്ങും. പക്ഷേ കുഞ്ഞിൻ്റെ കൈ ഒന്ന് അനങ്ങിയാൽ ആ അമ്മ എണീക്കും. ടെലിപ്പതി എന്ന് സൈക്കോപാത്തിനെ എന്തൊക്കെയോ പറയാതിന്, അതൊരു സത്യമാണത്. അതുപോലെ ആയിരിക്കും ഇത്, അങ്ങനെ ആയിരിക്കും എന്ന്. അതുകൊണ്ട് എപ്പിസോഡുകളെല്ലാം ഡിലീറ്റ് ചെയ്ത് ഞാൻ ഇപ്പോൾ ഈ എപ്പിസോഡ് ഇടുകയാണ്. ദൈവത്തോടും അത് 5000 പേരോളം പെട്ടെന്ന് അത് കാണുകയും ചെയ്തു. നന്ദി, നമസ്കാരം.